ഭൂമി കുംഭകോണ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കോൺഗ്രസും വലിയ പ്രതിരോധത്തിലായി കഴിഞ്ഞു എന്നത് എന്താണ് നിലവിലെ സാഹചര്യം? സിദ്ധരാമയ്യയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. രാജ്യ തലസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡെവലപ്മെൻറ്റ്സുകൾ ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. AICC ആസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ ഏത് രീതിയിൽ പ്രതിരോധിക്കാമെന്നുള്ള ചർച്ചകൾ നടക്കുകയാണ്. പ്രധാനമായും മുഖ്യമന്ത്രിയുടെ ഭാര്യ പാർവതി, അദ്ദേഹത്തിൻ്റെ മകൻ എന്നിവർ ആണ് ഇതിൽ ഈ ആരോപണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഗവർണർ ഈ മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ്. മൂന്ന് പേരുടെ ഒരു ഹർജി, 3 പേർ ഇതുമായി ബന്ധപ്പെട്ട നിരന്തരം പോരാട്ടത്തിലാണ്. അവർ ഒരു സാമൂഹ്യ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ ഒരു ഹർജിയിലാണ് ഇപ്പോൾ ഗവർണർ ഈ അഴിമതി നിരോധന നിയമം 1988 അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 17 അതേപോലെ തന്നെ 218 എന്നീ വകുപ്പുകൾ പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് നീക്കിയത്. ഇതിന് മുന്നോടിയായി തന്നെ ഗവർണർ നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറുപടിയുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ആരാഞ്ഞുകൊണ്ട് കത്തെഴുതിയിരുന്നു. അതേസമയം വ്യക്തമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രിക്കായില്ല. പകരം ക്യാബിനറ്റ് കൂടിക്കൊണ്ട് പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് പോകരുതെന്ന് കാണിച്ചുകൊണ്ട് ഗവർണർക്ക് ഒരു മറുപടി നൽകുകയായിരുന്നു. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ തെളിവുകളടക്കം ഗവർണറുടെ മുന്നിലുണ്ട്. സ്വാഭാവികമായും കോടതിയിലേക്ക് പോയാൽ പോലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരാനാകും കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ഉത്തരവുണ്ടാകും. ഇതെല്ലാം കണക്കുകൂട്ടിക്കൊണ്ടാണ് ഗവർണർ ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത്. ഇതിൽ കോൺഗ്രസ് ആകെ പ്രതിരോധത്തിലായ ഒരു അവസ്ഥയിലാണ്. സുരേഷ്, ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.